നോമ്പ് ചിന്തകൾ 5-ാം വ്യാഴം. വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ. ഏവർക്കും തിരുനാൾ ആശംസകൾ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീതിമാനായ യൗസേപ്പിൻ്റെ വിശുദ്ധമായ ഓർമ്മകളാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന തിരുവചനം ജോസഫിൻ്റെ ഉദാത്തമായ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വചനമാണ്. ജോസഫ് ഒരേ സമയം നിയമം പാലിക്കുന്നവനും അതോടൊപ്പം കരുണയുള്ളവനുമാണ്. ദൈവഹിതത്തിന് വഴങ്ങാൻ സദാ സന്നദ്ധനായിരിക്കുന്നവൻ. ദൈവിക പ്രേരണകൾക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് താൻ നീതിമാനാണ് എന്ന് വിശുദ്ധ യൗസേപ്പ് തെളിയിച്ചത്. ദൈവിക പദ്ധതികളോട് പൂർണ്ണമായും സഹകരിക്കാൻ യൗസേപ്പിതാവിൻ്റെ ജീവിത മാതൃക നമ്മോടും ആവശ്യപ്പെടുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായവ സംഭവിക്കുമ്പോൾ വെറും മാനുഷികമായ രീതിയിൽ പ്രതികരിക്കാതെ, തീരുമാനമെടുക്കാതെ, നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ ദൈവത്തോട് ആലോചന ചോദിക്കാൻ യൗസേപ്പിതാവിനെ പോലെ നമുക്കും സാധിക്കണം. അപ്പോൾ ശാന്തമായി ദൈവസ്വരം ശ്രവിച്ച് ഉചിതമായി പ്രവർത്തിക്കാൻ നമുക്കും സാധിക്കും. ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ക്രിസ്മസ് ഉണ്ടാകും. ഇതാണ് നീതിമാനായ ജോസഫിൻ്റെ ആത്മീയ അനുഭവം. ഈ അനുഭവം സ്വന്തമാക്കാൻ നമുക്കും ശ്രമിക്കാം. നന്മരണ മധ്യസ്ഥനും കന്യകകളുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ ആശ്രയവും തിരുസഭയുടെ സംരക്ഷകനുമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്കും തേടാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.